നിങ്ങളൊരു അസുഖം വന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവോ? പലരും കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നതിൻ്റെ ഒരു കാര്യം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ OP ടിക്കറ്റ് എടുക്കണമെങ്കിൽ പോലും മണിക്കൂറുകളോളം നീണ്ട ക്യൂ ആണ് അല്ലേ? അപ്പോൾ ഇനി മുതൽ ആ നീണ്ട ക്യൂവിൽ നിൽക്കണ്ട. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഫോൺ വഴി OP ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ഗവൺമെന്റിന്റെ ഹെൽത്ത് പോർട്ടൽ ആപ്പ് വഴി രോഗിയുടെ വിവരങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് സൗകര്യപ്രദമായ സമയത്ത് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാം. പലപ്പോഴും ഗവൺമെന്റ് ആശുപത്രികളിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണ് വയസ്സായ ആളുകളൊക്കെ ഇങ്ങനെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ ചിലപ്പോൾ ഫോണൊന്നും ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആ രോഗിയുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് അവർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുക്കാനും പറ്റൂ കേട്ടോ. ഇതാണ് കേട്ടോ ഹെൽത്ത് പോർട്ടൽ. ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഫോണിലേക്ക് വരുന്ന OTP അടിച്ചു കൊടുത്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർണ്ണമാവുക. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് പുതിയ അപ്പോയിന്റ്മെന്റ് എടുക്കാം. അതിനായിട്ട് അഡ്വാൻസ് അപ്പോയിന്റ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഏത് ജില്ലയാണെന്നും ഏത് ഹോസ്പിറ്റലാണെന്നും ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നതെന്നും ഏത് ഡേറ്റ് ആണെന്നും ഏത് സമയമാണെന്നും ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അന്നേ ദിവസം അപ്പോയിന്റ്മെന്റ് അവൈലബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് അവൈലബിലിറ്റിയിൽ നോക്കാം. അപ്പോൾ അതേ ഇങ്ങനെയാണ് സ്ക്രീനിൽ കാണിക്കുക. നമ്മൾ ബുക്ക് ചെയ്ത ഹോസ്പിറ്റൽ, ഡിപ്പാർട്ട്മെന്റ്, സമയം, തീയതി എല്ലാം ഇതിനകത്തുണ്ട്. അതിനുശേഷം OP ടിക്കറ്റിന്റെ പേയ്മെന്റ് ആയിട്ടുള്ള 10 രൂപ നമുക്ക് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെ അടയ്ക്കാനും സാധിക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ഇതുകൂടാതെ സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ മാത്രം നൽകിയിരുന്ന നവീന രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലും ലഭ്യമാണ്. ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വരെ നടത്തിയ ജില്ലാ ആശുപത്രിയും നമ്മുടെ കേരളത്തിലുണ്ട്. കൂടാതെ വീട്ടിൽ നിന്ന് തന്നെ ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന പെരിട്ടോണിയൽ ഡയാലിസിസ് സംവിധാനവും രോഗികൾക്ക് നൽകുന്നുണ്ട്. ഒരു വർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ഹെൽത്ത് കാർഡുകൾ 42 ലക്ഷത്തിലധികം പേർക്കാണ് കേട്ടോ ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. പോകും മുമ്പേ ഓൺലൈനായി OP ടിക്കറ്റ് എടുക്കാൻ മറക്കണ്ട.